ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ മനസ്സ് തുറക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയും അതേപോലെ തന്നെ നിങ്ങളെ ഏറ്റവും അധികം തന്നെ സന്തോഷപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ പറയുക എന്നുള്ളതാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. എന്തായാലും അനുമോളും പറയുന്നുണ്ട്, ഞാനും അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരുപാടധികം തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാലും എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു മോശമായി പോയി, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് രേണു ചേച്ചിയുടെ കാര്യമാണ് എന്ന് പറയുന്നു. കാരണം ആ ഒരു ഹൈജീൻ്റെ ഇഷ്യൂ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ചേച്ചിക്ക് അത് വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ രേണു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് തമാശയ്ക്ക് പോയി പറഞ്ഞ് അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കമൻറ്റ് അടിക്കുന്നുണ്ട്, കണ്ടോ പേനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് മുടിയിൽ കളർ വരെ അടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ എന്തായാലും ആ ഒരു ഇഷ്യൂ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ എന്നെ അത്രയധികം തന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരുപാടധികം തന്നെ ആൾക്കാരുണ്ട്. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആരാണെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരോട് പോയി മിണ്ടാൻ പോകില്ല എന്നുള്ളത് തന്നെയാണ്. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് അഭിനയിച്ച് എനിക്കങ്ങനെ നിൽക്കാൻ അറിയില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാലും എൻ്റെ പുറകെ വന്ന് എന്നോട് മിണ്ടുന്ന ആദിലയോടും നൂറയോടും ശൈത്യയോടും എല്ലാവരോടും തന്നെ എനിക്ക് ഒത്തിരി അധികം തന്നെ സ്നേഹമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു.